ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ഇറച്ചിച്ചോറ് തന്നെയാണ്. അല്ലെങ്കിലും ആർക്കാ ഒരു വെറൈറ്റി ഇഷ്ടമില്ലാത്തത്? എന്നും ഈ ചോറും കറിയും മാത്രം കഴിച്ചാൽ മതിയോ? എന്നും ഈ ഒരേ ഭക്ഷണം കഴിച്ചാൽ ആർക്കായാലും മടുക്കും. എനിക്കും മടുത്തു. പക്ഷേ എനിക്കിങ്ങനെ ഗ്രേവിയുള്ള ചോറിനേക്കാൾ ഇഷ്ടം നമ്മുടെ വെള്ള അരി ചോറ് തന്നെയാണ്. എങ്കിലും രാവിലെ ആയപ്പോൾ മമ്മി പറഞ്ഞു നമുക്കിന്ന് ഇറച്ചിച്ചോറ് വെച്ചാലോ എന്ന്. ബീഫ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിൽ പോലും മമ്മീനെ ഡിമോട്ടിവേറ്റ് ചെയ്യണ്ടെന്നോർത്ത് ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്കും കഴിയുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുമാത്രമല്ല, ഈ ചോറും കറി ഉണ്ടാക്കുന്നതിനും വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. കാര്യം ഈ ചോറുണ്ടാക്കണമെങ്കിൽ ചാറുകറി വേണം, പച്ചക്കറി വേണം, മീൻകറി വേണം, ഇറച്ചി വേണം, അങ്ങനെ പല പല കറികൾ ഉണ്ടാക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സാലഡും ഒരു പിക്കിളും ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് ഗംഭീരമാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഇറച്ചി ഒന്ന് മാറ്റിയിട്ട് ഈ ഇറച്ചിയുടെ വെള്ളത്തിലാണ് നമ്മൾ ഈ അരി വേവിച്ചെടുക്കുന്നത്. ഞാൻ പറയുന്നതിലും വളരെ ക്ലിയറായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ട്. ഒത്തിരി ദിവസമായി നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോ മാത്രമായിട്ടാണ് ഇടുന്നത്. കുക്കിംഗ് വീഡിയോ ഇടുന്നത് നമുക്ക് വേറെ ഉള്ള സമയമില്ല. പുറത്ത് വീഡിയോ എടുക്കാനാണെങ്കിൽ നല്ല മഴയും. അതുമാത്രമല്ല, കുറച്ച് നാളായിട്ട് മമ്മി ഇങ്ങനെ വെറൈറ്റീസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്. പിന്നെ പതിവിലും വിപരീതമായി നമ്മൾ ഈ ഇറച്ചിച്ചോറ് ഇപ്പോൾ കഴിക്കുന്നത് വാഴയിലയിലാണ്. ഈ വാഴയില അപ്പുറത്തെ പറമ്പിൽ പോയി വെട്ടിയെടുക്കാൻ പെട്ട പാട് മമ്മിക്കേ അറിയുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് നമ്മുടെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറുതെ വീമ്പ് പറയുമല്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങൾക്കും പറ്റിയാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. അപ്പം ടാറ്റ ബൈ ബൈ.